ഇനി മലബാർ എന്ന് പറഞ്ഞാൽ ഈ UDF സർക്കാരിന് ഇത്ര വലിയൊരു ഭൂരിപക്ഷത്തിന് വൻ സംഭാവന നൽകിയ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ മലബാറിലെ വികസനത്തിന് എന്തെങ്കിലും കാര്യമായ വിസ്മയം ഉണ്ടാകും ഈ ബജറ്റിൽ എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഒരുപാട് വടക്കൻ കേരളത്തിലുണ്ട്. കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടം ഇതിന്റെ വാർത്തകളുമായി ചേരുകയാണ്. കോഴിക്കോട് എന്തൊക്കെയാണ് പൊതുവെയുള്ളൊരു ജനവികാരം? ഗുഡ് മോർണിംഗ് ദീപക് ധർമ്മടം. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഈ പാലക്കാട് മുതൽ കാസർഗോഡ് വരെ നീണ്ടു നിവർന്ന് കിടക്കുന്ന മലബാറിൽ സാധാരണ ഈ തെക്കൻ കേരളത്തിൽ നിന്ന് തിരുവനന്തപുരം തുടങ്ങി വീതം വെച്ച് വരുമ്പോൾ വിഹിതം കുറഞ്ഞു പോവുകയാണ് പതിവ്. പക്ഷേ എന്നാൽ ഇക്കുറി വലിയ രീതിയിലുള്ള ഭൂരിപക്ഷമാണ് മലബാർ ഈ VD സർക്കാർ അധികാരത്തിലേറാൻ നൽകിയത്. ഒരുപക്ഷെ ചരിത്രത്തിലില്ലാത്ത വിധം പല ജില്ലകളിലും ഇടതുമുന്നണിക്ക് ഒരു സീറ്റ് പോലും ഇല്ലാത്ത വിധത്തിലുള്ള പിന്തുണയാണ് UDFന് നൽകിയത്. അതുകൊണ്ട് തന്നെ അത്രമേൽ വലിയ പരിഗണന ബജറ്റിൽ മലബാറിന് കിട്ടണം എന്നുള്ളതാണ് പൊതുവിൽ വരുന്ന ആവശ്യം. കിട്ടുമെന്ന പ്രതീക്ഷയിലുമാണ്. VD വിസ്മയം മലബാറിലേക്ക് വർഷിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് നോക്കി നിൽക്കുന്നത്. ഏതാണ്ട് ഒരു 9:30-10 മണി ആകുമ്പോഴേക്ക് നമുക്ക് ചിത്രം വ്യക്തമാവും. പക്ഷേ എന്നാൽ ആവശ്യങ്ങൾ ഏറ്റവും കൂടുതലുകൾ ഉള്ളതും മലബാറിലാണ്. കാരണം കുരുക്കഴിയാത്ത നഗരങ്ങളാണ് മലബാറിലുള്ളത്. അത് മലപ്പുറം മുതൽ ഇങ്ങ് കാസർഗോഡ് വരെ നീണ്ടു നിവർന്ന് കിടക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കുരുക്കഴിയാത്ത നഗരങ്ങളിലെ റിംഗ് റോഡുകൾ ഉൾപ്പെടെ മേൽപ്പാലങ്ങൾ ഉൾപ്പെടെയുള്ള പദ്ധതികൾ, ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് പുതിയ പാലത്തിലാണ്. കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്തുള്ള പാലമാണ്. ഇതുപോലെ എത്ര പുതിയ പാലങ്ങൾ പുതിയ ബജറ്റിൽ VD വിസ്മയമായി മലബാറിലെത്തും എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. അതുപോലെ ഈ വന്യജീവി മനുഷ്യ സംഘർഷമുണ്ട്. വയനാട്ടിലെ ആവശ്യങ്ങൾ അനവധിയാണ്. മാത്രവുമല്ല ചൂരൽമല ദുരന്തത്തിൻ്റെ പുനരധിവാസത്തിൻ്റെ 2ാം ഘട്ടമുണ്ട്. അതിലെന്താണ് സർക്കാരിൻ്റെ നിലപാടെന്ന് ബജറ്റ് കൊണ്ടറിയാം. VD സതീശൻ ഏറെ പ്രതീക്ഷയോടെ പങ്കുവെച്ചതാണ് പോർട്ട് സിറ്റി പദ്ധതി. ആ പോർട്ട് സിറ്റി പദ്ധതി മലപ്പുറത്ത് പൊന്നാനി, അതുപോലെ ബേപ്പൂര് ഇങ്ങനെ കിടക്കുകയാണ്. അഴീക്കൽ തുറമുഖം ഇങ്ങനെ നീണ്ടു നിവർന്ന് അതും കിടക്കുകയാണ്. അങ്ങനെ പ്രതീക്ഷകൾ അനവധിയാണ്. വാനോളം പ്രതീക്ഷകളുണ്ട്. പക്ഷേ എന്നാൽ വിസ്മയമായി മലബാറിന് എന്തൊക്കെ ലഭിക്കും എന്നുള്ളതാണ്. പരമ്പരാഗത തൊഴിലുകൾ ഇവിടെയുണ്ട്. കാരണം കൈത്തറിയുടെ കേന്ദ്രമാണ്. BD തൊഴിൽ മേഖലയുണ്ട്. ഇവർക്കെല്ലാം എന്ത് കൈത്താങ്ങുണ്ടാകും? മലബാറിന് മാത്രമായി ഒരു പാക്കേജ് ഉണ്ടാകുമോ? അതുപോലെ ടൂറിസം വികസനം, IT വികസനം ഇതെല്ലാം മലബാറിന് കൂടി ബാധിക്കുന്നതാണ്. അത്തരത്തിൽ എന്തെല്ലാം പദ്ധതികൾ മലബാറിലേക്കുണ്ടാകുമെന്നാണ് ഉറ്റുനോക്കുന്നത് SK. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.